ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് നമ്മുടെ അഭയശിലയും അവിടുന്ന് നമ്മുടെ സഹായവുമാണ്. നാം വിളിച്ചപേക്ഷിക്കുന്ന ദൈവത്തോട് ഒരു ആത്മാർത്ഥ ബന്ധം പുലർത്തുക, അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്ന്. ഏറ്റവും പ്രധാനമായ അത്ഭുതം നമ്മുടെ ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുകയും ദൈവത്തോട് ഏറ്റവും സ്നേഹബന്ധം പുലർത്തുകയും ചെയ്യുന്നത്. അവിടെയാണ് ദൈവം കനിയുന്നതും ദൈവം അത്ഭുതങ്ങൾ നടത്തുന്നതും. നാം ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ സാധിക്കുന്ന ഒരു വ്യക്തിയായി മാത്രം ദൈവത്തെ കാണരുത്. നാം ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്താൻ പറ്റുന്ന ഒരു ദൈവത്തെ മാത്രമല്ല നമുക്ക് ആവശ്യം. നമ്മുടെ ഹൃദയത്തെ മനസ്സിലാക്കുന്ന, നമ്മുടെ ശക്തിയെ, ബലഹീനതകളെ പരിഗണിച്ച് നമ്മെ സ്നേഹിക്കുന്ന, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ദൃഷ്ടിയുറപ്പിച്ച് നമ്മെ ഉപദേശിക്കുന്ന, നമ്മുടെ ഉപരിനന്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ അടുത്ത് അറിയുക, ആ ദൈവത്തെ അനുഭവിച്ചറിയുക, ആ ദൈവത്തോടുള്ള ആത്മബന്ധമാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും അത്ഭുതങ്ങൾക്ക് കാരണമാകുന്നത്. അതിനാൽ നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നേരെ ചെവി തുറക്കുന്ന കർത്താവിനെ അറിയുവാൻ, ആ ദൈവത്തെ അടുത്തറിയുവാൻ, കൂടുതൽ സ്നേഹിക്കുവാൻ നാം പരിശീലിക്കുക. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ, അപ്രതീക്ഷിതമായ അത്ഭുതങ്ങൾ നടക്കുന്നത്. അതിനാൽ ഇന്നത്തെ ദിവസം നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹിക്കാം, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന എൻ്റെ ദൈവത്തെ എനിക്ക് കൂടുതൽ മനസ്സിലാക്കണം, കൂടുതൽ അറിയണം, ആ ദൈവവുമായി എനിക്കൊരു ആത്മബന്ധം പുലർത്തണം. പിതാവ് എന്നിലും ഞാൻ എൻ്റെ പിതാവിലും എന്ന് യേശു അരുളി ചെയ്തതുപോലെ നമുക്കും ദൈവത്തോട് ഒന്നായിത്തീരുവാൻ നമുക്ക് ഇന്നത്തെ പ്രാർത്ഥനയിലൂടെ നമുക്ക് പരിശ്രമിക്കാം. കർത്താവായ ദൈവം നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും മാനിക്കുകയും എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വിജയവും മഹത്വവും അത്ഭുതവും നടത്താൻ നമ്മെ സഹായിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ ഇന്നത്തെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 28:1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. എൻ്റെ അഭയശിലയായ അങ്ങ് എനിക്ക് നേരെ ചെവി അടയ്ക്കരുതേ. അങ്ങ് മൗനം പാലിച്ചാൽ ഞാൻ പാതാളത്തിൽ പതിക്കുന്നവനെ പോലെയാകും. അങ്ങയുടെ ശ്രീകോവിലിലേക്ക് കൈകൾ നീട്ടി ഞാൻ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ യാചനയുടെ സ്വരം ശ്രവിക്കണമേ. ദുഷ്കർമ്മികളായ നീചരോടുകൂടെ എന്നെ വലിച്ചിഴക്കരുതേ. അവർ അയൽക്കാരനോട് സൗഹൃദത്തോടെ സംസാരിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയത്തിൽ ദുഷ്ടത കുടികൊള്ളുന്നു. അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച്, അവരുടെ അകൃത്യങ്ങൾക്കനുസരിച്ച് അവർക്ക് പ്രതിഫലം നൽകണമേ. അവർ ചെയ്തതനുസരിച്ച് അവരോട് ചെയ്യണമേ. അവർക്ക് തക്ക പ്രതിഫലം കൊടുക്കണമേ. അവർ കർത്താവിൻ്റെ പ്രവൃത്തികളെയും കരവേലകളെയും പരിഗണിച്ചില്ല. അതുകൊണ്ട് അവിടുന്ന് അവരെ ഇടിച്ചു നിരത്തും, പിന്നീടൊരിക്കലും പണിതുയർത്തുകയില്ല. കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. അവിടുന്ന് എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിച്ചിരിക്കുന്നു. കർത്താവ് എൻ്റെ ശക്തിയും പരിചയമാണ്. കർത്താവിൽ എൻ്റെ ഹൃദയം ശരണം വയ്ക്കുന്നു. അതുകൊണ്ട് എനിക്ക് സഹായം ലഭിക്കുന്നു. എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു. ഞാൻ കീർത്തനമാലപിച്ച് അവിടുത്തോട് നന്ദി പറയും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്നീ പ്രഭാതത്തിൽ ഒരു നല്ല ഉറക്കം നൽകി ഞങ്ങളെ വിളിച്ചുണർത്തിയ അങ്ങയുടെ കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെ കേൾക്കുന്ന, ഞങ്ങളെ ശ്രവിക്കുന്ന, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവത്തെ അടുത്തറിയുവാനുള്ള ആഗ്രഹം ഇന്ന് അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ അനന്തമായ സ്നേഹം അനുഭവിച്ചറിയുവാനും അങ്ങയുടെ ശക്തി
രുചിച്ചറിയുവാനും ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവെ, മറ്റെല്ലാവരെക്കാളും കൂടുതലായി അങ്ങയെ സ്നേഹിക്കുന്നതിന്, അങ്ങയെ ആരാധിക്കുന്നതിന്, ദൈവമേ, അങ്ങയുമായുള്ള ആത്മബന്ധം പുലർത്തുവാൻ പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സഹായം ഞങ്ങൾ ഇന്ന് തേടുന്നു. എൻ്റെ ദൈവമേ, അങ്ങയെ കൂടുതലായി അടുത്തറിയാൻ, അനുഭവിച്ചറിയാൻ എനിക്ക് സാധിച്ചാൽ എൻ്റെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും അത്ഭുതത്തിന് തടസ്സമൊന്നും ഉണ്ടാവുകയില്ല. അതിനാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ അത്ഭുതം നടക്കണം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും വലിയ അത്ഭുതം എൻ്റെ ദൈവത്തെ എനിക്ക് സ്വന്തമാക്കുന്നതാണ്. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന ആത്മവിശ്വാസമാണ് എല്ലാ അത്ഭുതങ്ങളുടെയും വാതിലുകൾ തുറക്കുന്നത്. അതിനാൽ ഇന്നത്തെ ദിവസം അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ചു പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ആദ്യം സ്വന്തമാക്കാൻ ശ്രമിക്കേണ്ടത് എന്നെ സ്നേഹിക്കുന്ന, എന്നെ കരുതുന്ന, എൻ്റെ കൂടെയുള്ള എൻ്റെ ദൈവത്തെ എനിക്ക് കൂടുതലായി അനുഭവിച്ചറിയണം. എൻ്റെ ദൈവത്തെ എനിക്ക് രുചിച്ചറിയണം. കർത്താവ് അരുളി ചെയ്യുന്നു, ദൈവത്തെ രുചിച്ചറിയുക, ദൈവം നല്ലതെന്ന് രുചിച്ചറിയുക. എൻ്റെ ദൈവമേ, അങ്ങ് നല്ലതാണ് എന്ന് രുചിച്ചറിയുവാൻ ഇന്നത്തെ ദിവസം എന്നെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ദൈവത്തെ രുചിച്ചറിയുവാൻ ഇന്ന് എനിക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും എന്നിൽ നിന്ന് നീക്കം ചെയ്ത് ദൈവത്തിൻ്റെ വഴിയെ നടക്കുന്നതിന് എന്നെ സഹായിക്കണമേ. ഈ ലോകത്തെ എല്ലാ സുഖ സൗകര്യങ്ങളും രുചിച്ചറിഞ്ഞ എനിക്ക് ജീവിതത്തിൽ അസംതൃപ്തിയും അസമാധാനവും മാത്രമാണ് കയ്യിലുള്ളത്. എന്നാൽ ഇന്ന് എന്നെ കരുതുന്ന എൻ്റെ ദൈവത്തെ എനിക്ക് രുചിച്ചറിയണം. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം അത്ഭുതങ്ങൾ നടക്കും. അതിനാൽ പരിശുദ്ധാത്മാവായ ദൈവമേ, എന്നെ സൃഷ്ടിച്ച, എന്നെ പരിപാലിച്ച എൻ്റെ കർത്താവായ ഈശോയെ രുചിച്ചറിയുവാൻ, എൻ്റെ സ്വർഗീയ പിതാവിനെ രുചിച്ചറിയുവാൻ, അനുഭവിച്ചറിയുവാൻ അങ്ങ് ഇന്നെന്നെ സഹായിക്കണമേ. എൻ്റെ ശരീരത്തെയും മനസ്സിനെയും അന്തരാത്മാവിനെയും അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവെ, എന്നെ സൃഷ്ടിച്ച അങ്ങയെ രുചിച്ചറിയുവാൻ ഇന്നത്തെ ദിവസം എന്നെ പരിശീലിപ്പിക്കണമേ. അങ്ങനെ എൻ്റെ ജീവിതം തന്നെ ഒരു അത്ഭുതമായി മാറാൻ എൻ്റെ കൂടെ നിന്ന് അവിടുന്ന് എന്നെ സഹായിക്കണമേ. ഞാൻ തളരുമ്പോൾ കൈപിടിച്ചുയർത്തുന്ന, ഞാൻ ക്ഷീണിക്കുമ്പോൾ എന്നെ ശക്തിപ്പെടുത്തുന്ന, ഞാൻ വഴിതെറ്റുമ്പോൾ എന്നെ ശരിയായ വഴിയിലൂടെ നടത്തുന്ന എൻ്റെ ആത്മസുഹൃത്തായ, ആത്മബന്ധമായ, എൻ്റെ ആത്മദൈവമായ കർത്താവിനെ പുകഴ്ത്തുവാനും അവിടുത്തെ അനുഭവിച്ചറിയുവാനും ഇന്ന് എൻ്റെ ജീവിതത്തെ ഞാൻ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, കരുണ തോന്നി അങ്ങയെ അനുഭവിച്ചറിയുവാനുള്ള യോഗ്യത എനിക്ക് നൽകി ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾക്ക് എന്നെ യോഗ്യയാക്കണമേ, എന്നെ യോഗ്യനാക്കണമേ എന്ന് ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ സഹായത്തിനായി ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങളുടെ യാചനയുടെ സ്വരം കേൾക്കുന്ന കർത്താവെ, സകല ശത്രുക്കളിൽ നിന്നും ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങൾക്കെതിരെ ഹൃദയത്തിൽ ദുഷ്ടത കുടികൊള്ളുന്ന എല്ലാവരുടെയും പ്രവർത്തനങ്ങളിൽ നിന്ന്, വാക്കുകളിൽ നിന്ന് ഞങ്ങളെ പരിപൂർണമായി സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ അനുഗ്രഹത്താൽ ഞങ്ങൾക്കിന്ന് ആവശ്യമായ സഹായം എല്ലാം അവിടുന്ന് നൽകണമേ. കർത്താവെ, അപ്രതീക്ഷിതമായ എല്ലാ പ്രതിബന്ധങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഇന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്ന് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും ഞങ്ങൾക്ക് നേരെ അനുകൂലമാക്കി ഇന്നത്തെ ദിവസം അനുഗ്രഹങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ. ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തുന്ന ദിവസമാക്കി ഇന്നത്തെ ദിവസത്തെ അങ്ങ് ഉയർത്തി അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇന്ന് അങ്ങയോടൊപ്പം ആയിരുന്ന് അങ്ങയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞ്, ഇന്നോളം അങ്ങ് ചെയ്ത നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞ്, കൃതജ്ഞതാ സ്തോത്രങ്ങൾ ആലപിച്ച് ഇന്ന് ദൈവസന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ
ആയിരിക്കുവാൻ ഇന്ന് ഞങ്ങളെ പരിശീലിപ്പിക്കണമേ, പഠിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഒരു പുതിയ അഭിഷേകം നൽകി ഞങ്ങളെ ഇന്ന് ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും നിയോഗങ്ങളെ പ്രത്യേകമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ ചാനലിൻ്റെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും പേരുപേരായി ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്ന് വലിയ അത്ഭുതങ്ങൾക്ക് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തെ ഒരുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവ്വമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും ഞങ്ങൾ അനുഗ്രഹീതരാകുന്നതിന് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്ന് നാം പോകുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മെ അനുഗ്രഹിച്ച് വിജയം നൽകി നമ്മെ മഹത്വപ്പെടുത്തട്ടെ. എല്ലാ മേഖലകളിലും നമുക്ക് സംരക്ഷണം ലഭിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.